ഹലോ അതെ. ഓഹോ, ഉറങ്ങുന്ന ആളെ ഉറക്കം നടിക്കുന്ന ആളെ ഉണർത്താച്ചിരി പാടാ അല്ലേ ശ്രീകുട്ടാ? ഉറക്കം നടിക്കുന്ന ആളെ എന്ത് എന്ത് ഇവിടെ കിടന്ന് ഉറങ്ങണേ? കണക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോ ഉറങ്ങിപ്പോയി. അതെന്ത് ഉറക്കം ശ്രീകുട്ടാ? കണക്ക് നോക്കുമ്പോ ഉറങ്ങണ ഉറക്കമുണ്ടോ? ഓ ഇന്നലെ വന്നപ്പോ രാത്രിയാടെ ഞാൻ പിന്നെ കുളിച്ചിട്ട് ഫാൻ വിട്ടപ്പോ അങ്ങ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഓ വന്നപ്പോ ലേറ്റ് ആയല്ലേ? കഴിച്ചല്ലേ? കഴിച്ചില്ല, ഞാൻ അവിടെ നിന്ന് എന്തോ കഴിച്ചു, തട്ടടയിൽ എന്തോ കഴിച്ചു. തട്ടടയിലും കിട്ടോ ഇപ്പൊ? സേഫായിട്ട് ഇവിടെ കിടന്നില്ലേ? അല്ല ഇവിടെ കിടക്കണ്ടേ, ഉറക്കം വന്നും കിടന്നു. നല്ല തണുപ്പായിരുന്നു, കാറ്റിലോട്ട് കിടന്നു. ക്ഷീണം, പണി ചെയ്ത ക്ഷീണം. ഉറക്കം മൊത്തം സൈറ്റിലാണ് അല്ലേ? ഷ്യോ എന്തൊരു പാടാത്. പിന്നെ സൈറ്റും നമ്മളെ വീടും തമ്മിൽ ഒരുപാട് ദൂരമുള്ളതുകൊണ്ടേ പോയി വരെ ഭയങ്കര പ്രശ്നമാണല്ലോ. സൈറ്റ് പല പല സ്ഥലത്തല്ലേ, അപ്പൊ ഉറക്കം സൈറ്റിലാണ് സേഫ്. യാത്രയാണ് കടുപ്പം. ഭയങ്കര കടുപ്പാണ് യാത്ര. ബാലു, സത്യമേശ്വരി ഇപ്പൊ എങ്ങനെ? എല്ലാ ആഴ്ചയിലും വീട്ടിൽ പോയി ചെലവിനൊക്കെ കൊടുത്തിട്ടാണോ, അല്ലെങ്കിൽ കിട്ടണ പൈസ ഒക്കെ സൈറ്റിൽ അടിച്ച് വീശി തീർക്കും? സത്യമേശ്വരി ഇപ്പോ കുടിയൊക്കെ നിർത്തി. കറക്റ്റ് പോയി വീട്ടിൽ പോയി പൈസ കൊടുത്തിട്ട് വരും. എന്താണ് ഇത് പതിവില്ലാതെ ഉമ്മ വരട്ടെ എന്ന് താ. അച്ഛങ്ങനെ ചിരിക്കുന്ന കണ്ടപ്പോ ഉമ്മാരാൻ തോന്നി. അയ്യടാ താകളെ, ഇതെന്തിനും വേണം ഇങ്ങനെ മണപ്പിക്കും പോലെ? എന്തിനും ഇത് ഒന്നുമില്ല. അച്ഛനിപ്പോ സുഖല്ലേ? സൈറ്റിൽ നിന്ന് സൈറ്റിലേക്ക് യാത്ര, ഇഷ്ടപ്പെട്ട ഭക്ഷണം, നല്ല സ്ഥലത്ത് ഉറക്കം. എന്താണ് ലൈഫ് തന്നെ. എന്തൊക്കെ പറയണത്? ചില സൈറ്റിലൊക്കെ ചെന്ന് കിടന്ന ഉറക്കം പോലില്ല, ചൂടും വേർപ്പും ഉണ്ട്. അപ്പോ ഒരു ദിവസം ഞാൻ സൈറ്റിലേക്കൊരു വരവങ്ങ് വരും. അന്നാണ് ബാലചന്ദ്രൻ തമ്പിയുടെ എന്തോന്നൊക്കെ അമ്മ പറയണ? അച്ഛൻ ഡീസന്റ് അല്ലേ? ലച്ചുവിന്റെ അച്ഛന്റെ തൊണ്ടവേദനയ്ക്കുള്ള കാരണം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. സൈറ്റില് പുതിയ കൂട്ടുകാരെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടല്ലോ. സൈറ്റിൽ ഞാൻ ഒരു വണ്ടി കൂട്ടുകാരെ കൊണ്ടിറങ്ങിയിട്ടുണ്ട്. തട്ടി അവിടെ തട്ടി ഇട്ട്. അച്ഛൻ ബബിൾഗം കഴിച്ചിട്ടുണ്ടല്ലേ? കൊച്ചിന്റെ കാര്യം എന്ത്? എന്തിനാ പോണത്? ഊതി കൊടുക്കച്ച. എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ട്, അതാ മണം വരാത്ത. അതാണ്. എന്താ കഴിച്ചെന്ന് അച്ഛന് മാത്രമേ അറിയൂ. അത് അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ, തണുത്തോളം കുടിച്ചാണെന്ന്. ശ്രീകുട്ടാ, ഇപ്പൊ മനസ്സിലായി. ഞാൻ പറഞ്ഞ സീരിയസ് ആയിട്ട് എടുത്തല്ലേ? എന്റെ കാര്യത്തിലായതുകൊണ്ട് എനിക്ക് നല്ല സംശയമുണ്ട്. സംശയം ഞാൻ തീർത്ത് തരാടാ. ഞാൻ പോണു, മാറ്. എവിടെ പോണു? ഞാനേ രണ്ടെണ്ണം അടിച്ചിട്ട് വരട്ടെ. നിങ്ങൾ സംശയം കൂടെ ഇരുന്നാ മതി. പോയിട്ട് വരട്ടെ, ഞാൻ കണ്ടുപിടിച്ചോളാം. എന്തോ ഉണ്ട്, അതാണ് മുങ്ങിയത്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല കേട്ടാ. തോന്നൂലല്ലോ. അമ്മ കുട്ടുമാമന്റെ വാക്കും കേട്ട അമ്മ അച്ഛനെതിരെ നിന്നാണ്ടല്ലോ, അത് അവസാനം കളി കാര്യാവും. ഇപ്പോഴേ പറയാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.